Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തി നമ്മളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ അവരെ തിരിച്ച് ഇഗ്നോർ ചെയ്യാതെ ശരിയായ രീതിയിലാണ് ഇഗ്നോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾ ഡിസേർവിംഗ് ആയ രീതിയിൽ നിങ്ങളെ പിന്നീട് ട്രീറ്റ് ചെയ്യാനും തുടങ്ങും. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഇഗ്നോർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങളെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യാനും തുടങ്ങും. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റേ ന്യൂട്രൽ, ഡോണ്ട് ഡിസപ്പിയർ. ചില ആളുകൾ ഉണ്ടായിരിക്കും, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ 2 ദിവസം മിണ്ടുന്നില്ല. അങ്ങനെയാവുന്ന സമയത്ത് അവർ ഈ ഇഗ്നോറിങ് നിർത്തിക്കോളും, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്നത് സ്റ്റോപ്പ് ചെയ്യും, തിരികെ വരും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ന്യൂട്രലായി നിൽക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആകേണ്ടതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല. അങ്ങനെയാവുന്ന സമയത്ത് അവിടെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത്. നിങ്ങളുടെ സൈലൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കംപ്ലീറ്റ്ലി അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാനുള്ള ഒരു വാശി കൂടുക, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകളിലേക്ക് അത് എത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ശരിയായ രീതിയിൽ അവരെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് ആദ്യം ചെയ്യേണ്ട കാര്യം, ന്യൂട്രൽ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, അവരെന്തെങ്കിലും ഒരു കാര്യം മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ റഷ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ ധൃതിയോടുകൂടി അതിന് റിപ്ലൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒഫൻഡഡ് ആകുന്നു, അതും അല്ലെങ്കിൽ അവരുടെ അറ്റൻഷന് വേണ്ടി ബെഗ് ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ന്യൂട്രലായി നിൽക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്നും ഒരു നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുക. മാത്രമല്ല, നിങ്ങൾ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്, കൂടുതൽ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്നുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റം വരുത്തുക. സോ ന്യൂട്രലായി നിൽക്കുക എന്നുള്ളതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവരെന്തെങ്കിലും കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാം, പക്ഷെ അതൊരു കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ അവര് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അത് ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം മാത്രമാണ്. നിങ്ങൾ എഫേർട്ട് എടുത്താലേ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ എന്ന രീതിയിൽ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ആക്ഷൻസും ഒക്കെ നിങ്ങൾ ഓവറായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. പകരം ഈ രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുക. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളാണ് എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, സംസാരിക്കുന്നതിന് വേണ്ടി, കോൾ ചെയ്യുന്നതിന് വേണ്ടി, മെസ്സേജ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻസ് അറിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ എഫേർട്ടും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് നിങ്ങളെ അവർ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവറായിട്ട് എഫേർട്ട് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ അറ്റൻഷന് വേണ്ടി അവരുടെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങളോട് സ്നേഹമല്ല കൂടുന്നത്, പകരം ഒരു സഹതാപം, അല്ലെങ്കിൽ ഓക്കെ എൻ്റെ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു അവോയ്ഡിങ് അവിടെ വളരെ വ്യക്തമായി അവരിൽ എഫക്റ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം എന്ന രീതിയിൽ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. സോ ശരിയായ രീതിയിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലായ്പ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പകരം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട നിർദ്ദേശങ്ങൾക്കും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി മൂന്നാമതായി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം, 100% അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അത് നിർത്തുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആകുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ നിസ്സാരമായി കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതിലൂടെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം വാല്യൂ ഉള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കമ്മിറ്റഡ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ നിങ്ങളെ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല.
സോ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു എഫേർട്ട് എടുക്കുക. അതുകൊണ്ട് തന്നെ 100% അവൈലബിൾ ആകുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം ജെന്യൂൻ ആയി നിങ്ങൾ അവൈലബിൾ ആകുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ അവൈലബിൾ ആയില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ ഇട്ടിട്ട് പോവും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയത്തിൽ നിന്നോ ആങ്സൈറ്റിയിൽ നിന്നൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് അവർക്ക് പ്രയോറിറ്റി നൽകുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് നിങ്ങളത് പിടിച്ചു വാങ്ങുന്ന പോലെയാണ് ആ സ്നേഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇത്രയും എഫേർട്ട് നിങ്ങൾ എല്ലാ സമയത്തും എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും, അതായത് ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലാണ് ആ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി ആണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും 100% അവൈലബിൾ ആകുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അറ്റൻഷന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം ജെന്യൂൻ ആയി നിൽക്കുക. ഇനി ആ വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവരോട് ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക. സോ അവരോട് ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ഡ്രമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സൈലൻസ് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവർ ചെയ്ത് ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ എൻ്റെ വാക്കുകളൊക്കെ ഞാൻ റീതിങ്ക് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് ഓവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവരുടെ പുറകെ പോവുക, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരു വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും വെക്കുക, അതുപോലെ തന്നെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയാവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മതിപ്പ് കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫൈനലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ ജെന്യൂനായി ബിസി ആവുക എന്നുള്ളതാണ്. ചില ആളുകളുണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഫേക്കായി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആവും ഓരോ കാര്യത്തിൽ, അല്ലെങ്കിൽ ബിസി ആണ് എന്നുള്ളത് ഫേക്ക് ചെയ്യും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജെന്യൂൻ ആയിട്ട് ബിസി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കാണിക്കുകയാണ്, ഫേക്ക് ചെയ്യാണ് നമ്മൾ ബിസി ആണ് എന്നുണ്ടെങ്കിൽ അത് രണ്ടും ആളുകൾക്ക് കൃത്യമായി സെൻസ് ചെയ്യാൻ കഴിയും. അത് നമ്മുടെ വാക്കുകളിലാണെങ്കിലും പ്രവൃത്തികളിലൂടെ ആണെങ്കിലും അതൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ അത് ഫേക്ക് ചെയ്യാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഹെൽത്തി ആയ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിസി ആവുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ചുരുങ്ങി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ച്, അല്ലെങ്കിൽ ആ ഒരു ബാഡ് ഇൻസിഡന്റ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുള്ള ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ സാഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കാതെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് പ്രയോറിറ്റീസ് കണ്ടെത്തുക, അതിനുവേണ്ടി ടൈം കണ്ടെത്തുക, അതിലേക്ക് എഫേർട്ട് ഇടുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് ബിസി ആവാൻ സാധിക്കും, എൻഗേജ്ഡ് ആവാൻ സാധിക്കും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കറക്റ്റ് വേയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കുറയും. നിങ്ങൾ ഡിസേർവിംഗ് ആയ രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിന് ശേഷവും അവർ വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീതിങ്ക് ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്